വിശന്നിട്ടേ വയറ് കത്തി നിൽക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം കഴിക്കാൻ തോന്നില്ല. ഇക്കാക്കൻ്റെ ഫേവറേറ്റ് ആണ് പിസ്സ. അപ്പോൾ റിലയൻസിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡൊമിനോസിൽ ഞങ്ങൾ കയറി കേട്ടോ. അപ്പോൾ റൈസ് ഐറ്റംസ് ഒരു ഐറ്റം അവിടെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. പുതുതായിട്ടാണ് വന്നാൽ തോന്നുന്നു കേട്ടോ. ഞാൻ കുറേ ആയി ഡൊമിനോസിലോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ കാക്കത് റിവീൽ ചെയ്യാണ്. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലെ റൈസ് ഐറ്റംസ് വാങ്ങുമ്പോൾ നമ്മളെ സാധാരണ ഹോട്ടലിൽ കിട്ടുന്ന മാതിരി കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ആ ക്വാളിറ്റി ഉണ്ടാവില്ല. അതെന്താ എനിക്ക് കഴിക്കുമ്പോൾ ഫസ്റ്റ് തോന്നി എന്താ പറയുക, നമ്മളല്ല ഗോതമ്പ് റവയില്ലേ അതുപോലെയൊക്കെ തോന്നിയേ. അപ്പോൾ ഞങ്ങൾ വാങ്ങിയത് ഗാർലിക് റൈസ് വിത്ത് ചിക്കൻ ചീസൊക്കെ ആണ് കേട്ടോ. ഫസ്റ്റ് ട്രൈ ചെയ്ത് നിൽക്കാക്കാണേ. പിന്നെ ആ ഷോക്കിൽ നിൽക്കുന്നത് എന്താ അറിയോ, പുറമേ കാണുന്ന മാതിരിയല്ല, ഉള്ളിൽ നല്ല ചൂടുണ്ട്. ഓവനിലിട്ട് ചൂടാക്കിയാണെന്ന് ആര് കണ്ട്. അപ്പോൾ പിസ്സ വാങ്ങിയത് ചിക്കൻ സുപ്രീമാണ്, ലാർജ് പിസ്സയായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. റൈസ് എനിക്ക് ഫസ്റ്റ് ഭയങ്കര പുളിയായിട്ട് തോന്നിയേ. ചീസിൽ അങ്ങനെ വരാറില്ലല്ലോ. പക്ഷെ അതെന്താ നോക്കിയപ്പോൾ നമ്മളെ പിക്കിൾഡ് ഐറ്റംസ് ഇല്ലേ, അത് ആ ചീസിൻ്റെ കൂടെ ചിക്കൻ്റെ കൂടെ കൂട്ടി ചേർത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്നാലും പൈസ കൊടുത്ത് വാങ്ങിയല്ലേ, ഇഷ്ടപ്പെടുത്താൻ നോക്കിട്ടോ. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്തപ്പോൾ അവിടെ നീക്കി വെച്ചേ. പിസ്സ ചൂടോടെ കിട്ടുമ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ ചീസ് ഇങ്ങനെ പൊള്ളിയാൻ കഴിയും കേട്ടോ. അപ്പോൾ പിസ്സ കഴിച്ച് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് പിസ്സ ഇങ്ങനെ പുള്ളി ചെയ്താണ് ചീസേ. നമ്മൾ പരിസരത്തിലൊക്കെ കാണുമ്പോൾ എപ്പോഴും തോന്നും ഇങ്ങനെ ചെയ്ത് വെക്കാൻ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ സാധാരണ കടിച്ച് മുറിച്ച് പുള്ളി ചെയ്യാൻ പോലും ചീസിന് ഞാൻ ചാൻസ് കൊടുക്കാറില്ല. പിന്നെ ഇവിടുത്തെ പിസ്സയിൽ കണ്ടൻസ് സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ ഇല്ലാതെ പിസ്സ കൊടുക്കുന്ന സെൻറ്ററുകളൊക്കെ ഉണ്ടേ. നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഇൻസിഡൻസ് വരുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞങ്ങൾ പിന്നെ ബാക്കിയുള്ള റൈസ് ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടില്ലേ, നല്ല ചട്ടിയിൽ ചോറ് കഴിക്കുന്നവരെയാണ് കുഴച്ച് കഴിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യാത്തതുകൊണ്ടാന്ന് തോന്നുന്നുണ്ടോ സ്റ്റാർട്ടിങ്ങിൽ ഇഷ്ടപ്പെടാഞ്ഞത്. എന്തായാലും പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, കഴിക്കാതിരിക്കാൻ പറ്റുമോ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയുള്ളൂ. ബൈ, സീ യു.